നമ്മൾ ഈ സെക്ഷനിൽ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറിച്ച് നോക്കാൻ പോവാണ്. വിൻഡോസിൽ ആദ്യം വിൻഡോസ് 3.1 എന്ന ഒരു വേർഷൻ റിലീസായി. അത് കഴിഞ്ഞിട്ട് വിൻഡോസ് 95 റിലീസായി, വിൻഡോസ് 98, വിൻഡോസ് ME പറഞ്ഞാൽ മില്ലേനിയം എഡിഷന്, വിൻഡോസ് XP എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. അടുത്തത് വിസ്റ്റ റിലീസായി. ഈ 6 ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസായ പിന്നെ 7ാമത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7. അതുകൊണ്ട് ഇതിനെ വിൻഡോസ് 7 എന്ന് നെയിം ഫിക്സ് ചെയ്തു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സോഴ്സ് കോഡ് എന്ന് പറയും. ഈ സോഴ്സ് കോഡ് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന CD-നാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ XP-യിലൊക്കെ ചെന്നാൽ സോഴ്സ് കോഡ് ഒരു 600 MB-യോളം വരും. പക്ഷേ വിൻഡോസ് 7-ൽ സോഴ്സ് കോഡ് 3000 MB-യോളം വരും. വിൻഡോസ് 7-ൻ്റെ സോഴ്സ് കോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം XP-യേക്കാളും 5 ടൈംസ് വലുതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൈസ് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നോക്കുമ്പോൾ ആദ്യം യൂസർ ലെവലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കണം. കാരണം വിൻഡോസ് 7 പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് യൂസർ ലെവലിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസ് ഒക്കെ എന്താണ് എന്നുള്ളത് നോക്കണം. രണ്ടാമത് ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ ലെവലിൽ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് നോക്കണം. കാരണം ഒരു ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ, ഡ്രൈവർ സോഫ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലം വരും. ആ പ്രോബ്ലമൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലിയർ ആയാൽ അതിനെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കണം. ചെറിയ കമ്പനികളിൽ നോക്കിയാൽ ഒരു 5 or 10 വിൻഡോസ് 7 കമ്പ്യൂട്ടർ യൂസ് ഉണ്ടാവും. അങ്ങനത്തെ കമ്പനികളിൽ വിൻഡോസ് 7 അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഇത് തന്നെ വലിയ കമ്പനികളിൽ ചെന്നാൽ 2008 സെർവർ ലോഡ് ചെയ്യും, അവർ ഡൊമൈൻ യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ ഡൊമൈൻ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഡൊമൈനിൽ വിൻഡോസ് 7 മെമ്പറാക്കും. വിൻഡോസ് 7-ൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നോക്കണം. ഇത് എല്ലാം ഒരു സീരിയലിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വിൻഡോസ് 7 സീരിയലിൽ യൂസർ ലെവലിൽ എന്തൊക്കെയുണ്ട്, വിൻഡോസ് 7 അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് മാത്രം നോക്കാൻ പോകണം. ഈ ഹാർഡ്വെയർ ലെവലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഹാർഡ്വെയർ സെക്ഷനിൽ നോക്കാം. അതേപോലെ ഈ ഡൊമൈൻ ലെവലിൽ എന്തൊക്കെ അറിയണം എന്നുള്ളത് 2008 സെർവർ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. വിൻഡോസ് 7-ൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നാൽ ആദ്യം അവിടെ സ്റ്റാർട്ടിൽ വിൻ വേർഷൻ എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്ത് നോക്കും. അങ്ങനെ ഈ കമാൻഡ് എൻ്റർ ചെയ്താൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ നമ്പർ പറയും. ഈ വേർഷൻ നമ്പറും പറയുന്നത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കെർണൽ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഈ കെർണൽ സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസ്. ഈ ബേസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. സ്റ്റാർട്ടിൽ വിൻ വേർഷൻ നിങ്ങൾ എൻ്റർ ചെയ്താൽ 6.1 എന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് കെർണലിൻ്റെ വേർഷൻ. ഇത് തന്നെ നിങ്ങൾ വിൻഡോസ് XP-യിൽ ചെന്നിട്ട് ഈ കമാൻഡ് എൻ്റർ ചെയ്താൽ 5.1 എന്ന് കാണിക്കും. ഈ 5 എന്ന് പറയുന്നത് മേജർ വേർഷൻ എന്ന് പറയും. ഈ 0.1 മൈനർ വേർഷൻ. ഇത് തന്നെ നിങ്ങൾ വിസ്റ്റയിൽ ചെന്ന് നോക്കിയാൽ വേർഷൻ 6.0 എന്ന് പറയും. അതായത് XP-ക്കും വിസ്റ്റയ്ക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വളരെ ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് മേജർ വേർഷൻ ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ XP പഠിച്ച പിന്നെ വിസ്റ്റ പഠിക്കുകയാണെങ്കിൽ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതുതന്നെ വിൻഡോസ് 7-ഉം വിസ്റ്റയ്ക്കും നോക്കിയാൽ മൈനർ വേർഷൻ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വിൻഡോസ് 7 വിസ്റ്റയിൻ്റെ അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൽ കുറച്ച് ആൾട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മേജർ ആൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വിസ്റ്റ പഠിച്ച പിന്നെ വിൻഡോസ് 7-ൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പുതിയതായിട്ട് അറിഞ്ഞാൽ മതി. നമ്മൾ ഈ കോഴ്സിൽ XP പഠിച്ചവർ ഡയറക്റ്റായിട്ട് വിൻഡോസ് 7 പഠിക്കാൻ വേണ്ടി എന്തൊക്കെ അറിയണോ അതാണ് നോക്കാൻ പോകുന്നത്. കാരണം വിസ്റ്റ അത്ര പോപ്പുലർ അല്ല. അതുകൊണ്ട് അധികം യൂസറും വിസ്റ്റ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. XP-ക്കും വിൻഡോസ് 7-ഉം എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്. വിൻഡോസ് 7-ൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻസ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ 1 ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ഹാർഡ് ഡിസ്കിൽ നിങ്ങൾ ഒരു ഫയൽ സേവ് ചെയ്താൽ ആ ഫയൽ എവിടെയാണ് ഉള്ളത് എന്ന് സെർച്ച് ചെയ്തെടുക്കുന്നത് വളരെ വർക്കുള്ള കാര്യമാണ്. അപ്പോൾ സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ യൂസ് ചെയ്യാൻ പറ്റും, വിൻഡോസ് എക്സ്പ്ലോററിൽ യൂസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ പാനലിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ലാതെ ഡയഗ്നോസ്റ്റിക് ആൻഡ് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത്
ഹാർഡ്വെയർ ലെവലിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ടൂൾസുകൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ സെർച്ച് ഓപ്ഷൻ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ സ്റ്റാർട്ടിൽ ചെന്നിട്ട് എൻ എന്ന് പ്രസ് ചെയ്താൽ തന്നെ എന്നിൽ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കും. ഇതിൽ ഒരു എക്സാമ്പിളിന് NOT എന്ന് എൻ്റർ ചെയ്താൽ നോട്ട് പാഡ് NOTE എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ P നമ്മൾ എൻ്റർ ചെയ്താൽ NOTEP എന്ന് ഒരു സോഫ്റ്റ്വെയർ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാം സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് നമ്മൾ ടെസ്റ്റ് എന്നൊരു ഫോൾഡർ വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് എന്നുള്ളതിന് TS അടിച്ചതും അത് ഹാർഡ് ഡിസ്കിൽ എവിടെയാണുള്ളത് എന്ന് കാണിക്കും. നമുക്ക് ഡയറക്റ്റായിട്ട് ആ ടെസ്റ്റ് ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സെർച്ച് നിങ്ങൾക്ക് എക്സ്പ്ലോററിലും വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്തിട്ട് എക്സ്പ്ലോററിൽ ടെസ്റ്റ് ചെയ്യണം. ഇതിൽ നമ്മൾ ന്യൂ എന്ന് എൻ്റർ ചെയ്താൽ ആ ന്യൂ എന്നുള്ള ഒരു ഫയൽ കാണിക്കുന്നുണ്ട്. ടെസ്റ്റ് എന്നുള്ള ഫോൾഡറാണ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് എന്നുള്ള ഫോൾഡറും ഇവിടെയായിട്ട് കാണിക്കും. വിൻഡോസ് 7 കൺട്രോൾ പാനലിൽ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ട് ഇവിടെ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് സിസ്റ്റത്തിനെ കുറിച്ച് വല്ല വർക്ക് ചെയ്യണമെങ്കിൽ SY എന്ന് എൻ്റർ ചെയ്താൽ SYയിൽ ആരംഭിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഇവിടെ കാണിക്കും. അപ്പോൾ കൺട്രോൾ പാനലിലും ടൂൾസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. വിൻഡോസ് 7 സെർച്ച് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ ഒരു ഫയലിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഹാർഡ് ഡിസ്കിനെ സെർച്ച് ചെയ്തിട്ടല്ല ആ ഫയലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എപ്പോൾ ഫ്രീ ആയിട്ടുണ്ടോ, അതായത് പ്രോസസ്സറിൻ്റെ ലോഡ് കമ്മിയായിട്ടുണ്ടോ, ആ സമയത്ത് ഹാർഡ് ഡിസ്കിലുള്ള ഫയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് കളയും. ഫ്യൂച്ചറിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഹാർഡ് ഡിസ്കിനെ ഫിസിക്കലായിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇൻഡെക്സിൽ എന്താ ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ ഇൻഡെക്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് ആ ഫയൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ചിങ് ഫാസ്റ്റ് ആയിരിക്കും. യൂസർ അക്കൗണ്ട് കൺട്രോൾ. ഈ യൂസർ അക്കൗണ്ട് കൺട്രോൾ നിങ്ങൾ വിസ്റ്റയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനേ വളരെ കഷ്ടമുള്ള പോലെ ഡിസ്പ്ലേ ആവും. അതായത് വിസ്റ്റയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും. ഓരോ പ്രാവശ്യവും നിങ്ങൾ S ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ പ്രോഗ്രാം റൺ ആവുള്ളൂ. വിസ്റ്റ അത്ര പോപ്പുലർ ആവാത്തതിന് ഈ യൂസർ അക്കൗണ്ട് കൺട്രോൾ തന്നെ ഒരു കാരണമെന്ന് പറയാൻ പറ്റും. പക്ഷേ വിൻഡോസ് 7 നിങ്ങൾക്ക് അത്ര പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ള സ്ഥലത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്ത് മാത്രം ഇങ്ങനത്തെ ബോക്സ് ഓപ്പൺ ആവും. ഒരു എക്സാമ്പിളിന് നിങ്ങൾ സിസ്റ്റം ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അങ്ങനത്തെ അഡ്വാൻസ് കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡു യു വാണ്ട് അലോ ദ ഫോളോയിങ് പ്രോഗ്രാം ടു മേക്ക് ചേഞ്ചസ് ടു ദിസ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ, അതിന് ഞാൻ അലോ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഇത് നിങ്ങൾക്ക് വളരെ സേഫാണ്. കാരണം നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഒരു കമാൻഡ് എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് ഉടനെ ഈ ബോക്സ് വന്നാൽ അറിയാം സിസ്റ്റം വൈഡാണ് നിങ്ങൾ എൻ്റർ ചെയ്ത കമാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അലോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ കമാൻഡ് പ്രോംപ്റ്റിൽ രണ്ട് വിധമായ കമാൻഡ് പ്രോംപ്റ്റ് നിങ്ങൾക്ക് വിൻഡോസ് 7 നിങ്ങൾ നോർമലായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്താൽ ലോ പ്രിവിലേജ് ലെവലിലാണ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവുക. എന്ന് വെച്ചാൽ ഇങ്ങനെ നോർമലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് BCD എഡിറ്റ് എന്നുള്ള പോലെ അഡ്വാൻസ് കമാൻഡൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്താൽ ആക്സസ് ഡിനൈഡ് എന്ന് പറയും. അതായത് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിലും നോർമൽ കമാൻഡ് പ്രോംപ്റ്റിൽ അഡ്വാൻസ് കമാൻഡിനെ റൺ ചെയ്യാൻ അലോ ചെയ്യില്ല. അങ്ങനത്തെ സിസ്റ്റം വൈഡ് കമാൻഡൊക്കെ നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് എന്നൊന്നുണ്ടാവും. അതിന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ റൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കമാൻഡ് വർക്ക് ആവുള്ളൂ. ഈ സ്ക്രീനിൽ നോക്കിയാൽ നോർമൽ കമാൻഡ് പ്രോംപ്റ്റിന് എന്താണ് എഴുതിയിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റിന് എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാൻ പറ്റും. ഈ അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റിനെ റൺ ചെയ്യാൻ Ctrl+Shift+Enter എന്നൊരു കമാൻഡ് ഉണ്ട്. നമ്മളത് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ടിൽ CMD എന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. എൻ്റർ ചെയ്തതും നോർമലായിട്ടുള്ള കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിൽ BCD എഡിറ്റ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ഈ കമാൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ടിംഗ് ബന്ധപ്പെട്ട കമാൻഡാണ്. ഈ കമാൻഡ് എൻ്റർ ചെയ്താൽ ആക്സസ് ഈസ് ഡിനൈഡ് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ കമാൻഡ് പ്രോംപ്റ്റിൽ CMD കമാൻഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് യൂസർ അക്കൗണ്ട് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ S ക്ലിക്ക് ചെയ്യണം. S ക്ലിക്ക് ചെയ്താൽ അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ഇത് നോർമൽ കമാൻഡ് പ്രോംപ്റ്റ്. ഇതിൽ വന്നിട്ട് നമ്മൾ BCD എഡിറ്റ് എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് കമാൻഡ് വർക്കാവും. അപ്പോൾ നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓർഡിനറി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. സിസ്റ്റം ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് തന്നെ യൂസ് ചെയ്യണം. ഈ അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ Ctrl+Shift+Enter
പ്രസ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ഇത് കമാൻഡ് പ്രോംപ്റ്റിൽ മാത്രമല്ല, ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴും അഡ്മിനിസ്ട്രേറ്ററുടെ പവറിലാണ് ആ പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ ആ പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ ലെവലിൽ റൺ ആവും. XPയിലുള്ള ചില സോഫ്റ്റ്വെയർസൊക്കെ വിൻഡോസ് 7 മിസ്സിംഗ് ആയിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളിന് നോക്കുകയാണെങ്കിൽ ഇമെയിൽ ക്ലയൻറ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്ന് പറയും. ഈ ഔട്ട്ലുക്ക് എക്സ്പ്രസ് വിൻഡോസിൽ ഇല്ല. നിങ്ങൾക്ക് മെയിൽ ക്ലയൻറ്റ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് വിൻഡോസ് ലൈവ് മെയിൽ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോളണം. ഇത് എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്ത് വെച്ചാൽ ഈ ഔട്ട്ലുക്ക് എക്സ്പ്രസ് ഒക്കെ കമ്പനി ലെവലിൽ മാത്രമേ അധികം യൂസ് ചെയ്യാറുള്ളൂ. വീടുകളിൽ യൂസേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തു. അതേപോലെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിലെ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എസെൻഷ്യൽസ് എന്ന് പറയും. ഈ സോഫ്റ്റ്വെയർസിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ തേർഡ് പാർട്ടി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. വിൻഡോസ് 7 എന്തൊക്കെയാണ് വേർഷൻ ഉള്ളത് എന്നുള്ളത് നോക്കാൻ പോകുന്ന ഒരു കമ്പ്യൂട്ടറിൽ എന്താണ് വേർഷൻ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് കീനും ബ്രേക്കിനും പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബോക്സ് ഓപ്പൺ ആവും. ഈ ബോക്സിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് വേർഷനാണ് റൺ ആവുന്നത് എന്നുള്ളത് നോക്കാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടർ റൈറ്റിലേക്ക് പ്രോപ്പർട്ടിയിൽ ചെല്ലണം. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് 7 എന്ത് വേർഷനാണ് റൺ ആവുന്നത് എന്നുള്ളത് കാണിക്കും. ഇത് തന്നെ വിൻഡോസ് ബ്രേക്ക് എന്ന കീബോർഡ് കീനെ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ആ ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. വിൻഡോസ് 7 സ്റ്റാർട്ടർ പാക്ക് എന്നൊന്നുണ്ട്. ഈ സ്റ്റാർട്ടർ പാക്ക് വളരെ വില കമ്മിയായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് തേർഡ് വേൾഡ് കൺട്രീസിനും ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്ബുക്ക് എന്നുള്ള പോലെ കമ്പ്യൂട്ടറിലൊക്കെ ലോഡ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് 3 ആപ്ലിക്കേഷൻ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളിന് നിങ്ങൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു, പെയിൻറ്റ് ഓപ്പൺ ചെയ്തു, വേർഡ് ഓപ്പൺ ചെയ്തു. ഇനി ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ക്ലോസ് ചെയ്താൽ മാത്രമേ അടുത്ത പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ലാതെ ഈ സ്റ്റാർട്ടർ പാക്ക് അടുത്ത കമ്പ്യൂട്ടറുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് വർക്ക് ഗ്രൂപ്പ് എന്ന് പറയും, ഹോം ഗ്രൂപ്പ് എന്ന് പറയും. നിങ്ങൾ 2-3 കമ്പ്യൂട്ടർ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 2-3 കമ്പ്യൂട്ടറിന് ഈ സ്റ്റാർട്ടർ പാക്ക് യൂസ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടർ പാക്കിൽ ഇൻ്റർനെറ്റിന് പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും നെറ്റ്വർക്കിൽ ഉണ്ടാവില്ല. ഇതിൽ ആരോ ഫെസിലിറ്റി ഉണ്ടാവില്ല. ഈ ആരോ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കണം. അതേപോലെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ 32 ബിറ്റ് വേർഷൻ മാത്രമേ ഉള്ളൂ. വിൻഡോസ് 7 32 ബിറ്റ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ വേർഷനിലും ഉണ്ട്. ഈ സ്റ്റാർട്ടർ പാക്കിൽ മാത്രം നിങ്ങൾക്ക് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടില്ല. കാരണം ഇത് വില കമ്മിയായതുകൊണ്ട് 64 ബിറ്റ് വേർഷൻ റിലീസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ആരോ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു 3-4 പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസ് ടാബ് കീ പ്രസ് ചെയ്താൽ അകത്ത് എന്തൊക്കെയാണ് പ്രോഗ്രാം റൺ ആവുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കും. ഇപ്പോൾ നമ്മൾ മൂവിയാണ് റൺ ചെയ്യണമെങ്കിൽ വിൻഡോസ് കീനെ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് മൂവി കറക്റ്റായിട്ട് ഓപ്പൺ ആവും. ഇതല്ലാതെ വിൻഡോസ് ഷിഫ്റ്റ് ടാബ് എന്നുണ്ട്. ഈ ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിലേക്ക് പോകാൻ പറ്റും. ഈ ആരോ എഫക്റ്റിൽ ഗ്ലാസ് എഫക്റ്റ് ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ ബാക്ക് സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്, ഇവിടെ ബ്ലൂ ആയിട്ടുണ്ട്. ഈ ആരോ എഫക്റ്റിൽ ഷോ കൂടുതലുണ്ടാവും. ഈ ആരോ എഫക്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടർ പാക്കിൽ വർക്ക് ചെയ്യില്ല. അതേപോലെ ഹോം ബേസിക് എന്നൊരു എഡിഷൻ ഉണ്ട്. ആ എഡിഷനിൽ നിങ്ങൾക്ക് ഈ ആരോ എഫക്റ്റ് വർക്ക് ചെയ്യില്ല. അടുത്ത എഡിഷൻ ഹോം ബേസിക്. ഇത് ഡയറക്റ്റായിട്ട് പബ്ലിക്കിൽ സെയിൽ ചെയ്യുന്ന ഒരു വേർഷൻ അല്ല. ഈ വേർഷൻ കമ്പനികൾക്ക് മാത്രം ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ലോവർ പ്രൈസിൽ ഒരു ലാപ്ടോപ്പോ അല്ലെ കമ്പ്യൂട്ടറോ വാങ്ങിച്ചാൽ അതിൽ ഹോം ബേസിക് കമ്പനിക്കാർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഇതിൽ നിങ്ങൾക്ക് ആരോ വർക്ക് ചെയ്യില്ല. അടുത്തത് ഹോം പ്രീമിയം. ഈ ഹോം പ്രീമിയം വീടുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് ഗെയിമിങ്സ് അഡ്വാൻസ്ഡ് ഗ്രാഫിക്കലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോം പ്രീമിയം തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ഹോം പ്രീമിയമിൽ ആരോ ഇൻ്റർഫേസ് ഉണ്ട്, മീഡിയ സെൻറ്റർ, ടാബ്ലറ്റ് പി സിയിൽ നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ടാബ്ലറ്റ് പി സി പറഞ്ഞത് ടച്ച് സ്ക്രീനുള്ള പി സിസൊക്കെ ടാബ്ലറ്റ് പി സി എന്ന് പറയും. അതേപോലെ DVD മേക്കർ സോഫ്റ്റ്വെയർ ഉണ്ട്. ഷെഡ്യൂൾഡ് ബാക്കപ്പ്. കമ്പ്യൂട്ടറിൽ ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽസൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്യണം. ഇതിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് ഈവനിങ് ടൈമിൽ ഡെയിലി ബാക്കപ്പ് ചെയ്യണം എന്നത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് പ്രൊഫഷണൽ. ഈ ഹോം എഡിഷൻ ഒന്നും നിങ്ങൾ കമ്പനിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡൊമൈനിൽ മെമ്പർ ആവില്ല. അപ്പോൾ ഹോം ബേസിക്, ഹോം പ്രീമിയം, സ്റ്റാർട്ടർ എഡിഷൻ ഒന്നും ഡൊമൈനിൽ മെമ്പർ ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പനിയിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കമ്പനിയിൽ യൂസ് ചെയ്യണമെങ്കിൽ മിനിമം പ്രൊഫഷണൽ യൂസ് ചെയ്യണം.
ഈ പ്രൊഫഷനിൽ ഹോം എഡിഷനിലുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും. അതല്ലാതെ ഡൊമൈനിൽ അതായത് സെർവറിൽ ജോയിൻ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അടുത്ത എഡിഷൻ അൾട്ടിമേറ്റ്. ഈ അൾട്ടിമേറ്റ് എൻ്റർപ്രൈസ് എഡിഷനിൽ അൾട്ടിമേറ്റ് നിങ്ങൾക്ക് പബ്ലിക്കിൽ വാങ്ങിക്കാൻ പറ്റും, അതായത് കടകളിൽ ചെന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എൻ്റർപ്രൈസ് എഡിഷൻ കമ്പനികൾക്ക് ഡയറക്റ്റ് സെയിൽസ് ആണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ 500 കമ്പ്യൂട്ടർ ഉണ്ട്, 500 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവർ മൈക്രോസോഫ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് പബ്ലിക്കിൽ ലോക്കൽ സെയിൽസ് ഇല്ല. ഈ 2 എഡിഷനിലും ഓപ്ഷൻസ് ഏകദേശം നിങ്ങൾക്ക് ഈക്വൽ ആയിരിക്കും. ഈ 2 എഡിഷനിലും ബിറ്റ് ലോക്കർ, ബ്രാഞ്ച് ക്യാച്ച്, അപ്ലിക്കേഷൻ ലോക്കർ എന്നുള്ളതൊക്കെ ഉണ്ട്. ഈ ബിറ്റ് ലോക്കർ, ബ്രാഞ്ച് ക്യാച്ച്, അപ്ലിക്കേഷൻ ലോക്കർ എന്നുള്ളതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ റീറ്റെയിലിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം, പ്രീമിയം, പ്രൊഫഷണൽ, അൾട്ടിമേറ്റ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഈ 3 എഡിഷനിലും ഡെസ്ക്ടോപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും, സെർച്ചിങ് ഈക്വൽ ആയിരിക്കും. ഈ 3 എഡിഷനിലും വിൻഡോസ് എക്സ്പ്ലോറർ 8 ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ടി വിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ടി വിനെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ടി വി ട്യൂണർ കാർഡ് എന്നുള്ള അഡീഷണൽ ഹാർഡ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 OSലും അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹോം ഗ്രൂപ്പ്, അതായത് വീടുകളിൽ ഉള്ള ഒരു 3-4 കമ്പ്യൂട്ടറിനെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻസ് എന്ന് നോക്കിയാൽ XP മോഡ് എന്നൊരു മോഡുണ്ട്. ഈ XP മോഡ് ഹോം പ്രീമിയത്തിലില്ല. ഈ XP മോഡ് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കിയാൽ നിങ്ങളുടെ അടുത്ത് ഓൾഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഗെയിംസ് ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർസ് വിൻഡോസ് XPനെ വേണ്ടി റൈറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പോൾ വിൻഡോസ് 7ൽ ഈ ഗെയിംസ് നിങ്ങൾ ലോഡ് ചെയ്താൽ ചില സമയം വർക്ക് ചെയ്തു എന്ന് വരും, ചില സമയം വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് വിൻഡോസ് 7 യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വിൻഡോസ് 7ൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വിൻഡോസ് 7ൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് XP വെച്ചിട്ടുണ്ട്. അതായത് ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് 7ൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് XPനെ ഓൺ ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയറിനെ മാത്രം റൺ ചെയ്തിട്ട് വിൻഡോസ് 7ൻ്റെ അകത്തുള്ള XPനെ ഓഫ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കോൺഫിഗർ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് എങ്ങനെയാണ് XP മോഡ് ഓൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അടുത്തത് ഡൊമൈനിൽ മെമ്പർ ആവുന്നത്. ഹോം എഡിഷൻ ഒന്നും ഡൊമൈനിൽ മെമ്പർ ആവില്ല. പ്രൊഫഷണൽ, അൾട്ടിമേറ്റ് കമ്പനികളിൽ ഡൊമൈനിൽ മെമ്പർ ആക്കാൻ പറ്റും. നെറ്റ്വർക്ക് ബാക്കപ്പ് ആൻഡ് റെസ്റ്റോർ, അതായത് ജനറൽ ബാക്കപ്പ് നിങ്ങളുടെ എല്ലാ വേർഷനിലും ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് എല്ലാം വേറെ ഒരു കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്ക് വഴി ബാക്കപ്പ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ബാക്കപ്പ് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ബാക്കപ്പ് പ്രൊഫഷണൽ, അൾട്ടിമേറ്റിൽ മാത്രമേ ഉള്ളൂ. ബിറ്റ് ലോക്കർ, ഈ ബിറ്റ് ലോക്കർ അൾട്ടിമേറ്റിൽ മാത്രമേ ഉള്ളൂ. ഈ ബിറ്റ് ലോക്കർ എന്നുള്ളത് നമുക്ക് നോക്കാം. അൾട്ടിമേറ്റ് എഡിഷനിൽ നിങ്ങൾക്ക് 35 ലാംഗ്വേജ് സപ്പോർട്ട് ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ 35 ലാംഗ്വേജിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഡൊമൈനിൽ ജോയിൻ ചെയ്യുക പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കിയാൽ ഈ ബിസിനസ് ലെവലിൽ, അതായത് വലിയ കമ്പനികൾ ലെവലിൽ നമ്മൾ കമ്പ്യൂട്ടർ ഡൊമൈനിൽ ജോയിൻ ചെയ്തേ പറ്റൂ. ഈ ഡൊമൈൻ കൺട്രോളർ എന്നുള്ള കമ്പ്യൂട്ടർ അവിടെ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ കമ്പനിയിൽ 2008 സെർവർ അല്ലെങ്കിൽ 2000 സെർവർ, 2003 സെർവർ എന്നുള്ള സെർവറുകൾ ലോഡ് ചെയ്തിട്ട് അതിൽ ഡൊമൈൻ കൺട്രോളർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യും. ഈ ഡൊമൈൻ കൺട്രോളർ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത പിന്നെ നിങ്ങളുടെ കമ്പനിയിലുള്ള 500 കമ്പ്യൂട്ടറും, അതായത് വിൻഡോസ് 7 കമ്പ്യൂട്ടർ എല്ലാം ഡൊമൈനിൽ നമ്മൾ മെമ്പറാക്കും. അങ്ങനെ മെമ്പറാക്കിയാൽ ഈ സെർവറിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനും മാനേജ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ആരൊക്കെയാണ് ലാഗിൻ ചെയ്യുന്നത്, എത്ര മണിക്കാണ് ലാഗിൻ ആവുന്നത്, അവർക്ക് എന്തൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനാണ് സെൻട്രൽ പോയിന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ സെർവർ നിങ്ങൾ ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കമ്പ്യൂട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കമ്പനിയിൽ ഒരു 5000 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും അതിനെയും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോർട്ടൺ ഗോസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ നോർട്ടൺ ഗോസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഇൻഡസ്ട്രിയിൽ പോപ്പുലറായിട്ട് ബാക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് പാർട്ടീഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫയൽസ് എല്ലാം ഒരു ഇമേജ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഒരു ഇമേജ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിരിക്കും. ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ ടോട്ടൽ കമ്പ്യൂട്ടർ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. നാളെ ഏതെങ്കിലും കാരണവശാൽ ഹാർഡ് ഡിസ്കിലുള്ള ഫയൽസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലിയർ ആയാൽ നിങ്ങൾക്ക് ആ ഇമേജിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റെസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമേജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിട്ട് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസൊക്കെ ലോഡ് ചെയ്തിട്ട് ഇമേജ് ചെയ്താൽ വൈറസ് പ്രോബ്ലമോ ഏതെങ്കിലും പ്രോബ്ലം വന്നാൽ 10 മിനിറ്റിൽ കമ്പ്യൂട്ടറിന് റെഡിയാക്കാൻ പറ്റും. ഇതേ കോൺസെപ്റ്റാണ് വിൻഡോസ് 7ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് 7ൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇമേജ് ബേസ്ഡ് ബാക്കപ്പ് ആയിരിക്കും. ഇമേജ് ബേസ്ഡ് ബാക്കപ്പ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ബാക്കപ്പ് എടുക്കുമ്പോൾ
ഒരു കമ്പ്യൂട്ടറിൽ ഉള്ള ഫയൽസിന് ആ കമ്പ്യൂട്ടറിലുള്ള ഒരു ഹാർഡ് ഡിസ്കിന് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും, അതായത് എല്ലാ വേർഷനിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് പ്രൊഫഷണലിൽ മാത്രമേ നെറ്റ്വർക്ക് വഴി ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ബിറ്റ് ലോക്കർ. ഈ ബിറ്റ് ലോക്കർ എന്നുള്ള കോൺസെപ്റ്റ് വിസ്റ്റ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെൽഫോൺ കളവ് പോകുന്ന പോലെ, അതായത് സെൽഫോൺ മിസ്സാവുന്നത് പോലെ ലാപ്ടോപ്പ് മിസ്സാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിളിന്, ഒരു കമ്പനീൻ്റെ മാനേജറുടെ ലാപ്ടോപ്പ് കളവ് പോയാൽ ആ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടുണ്ടാവും. ലാപ്ടോപ്പ് കട്ടെടുക്കുന്നവർ ഈ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല, കാരണം മാനേജറുടെ യൂസർ നെയിമും പാസ്വേഡും അറിയില്ല. പക്ഷേ ലിനക്സിൽ ബൂട്ടബിൾ CDs കുറേ ഉണ്ട്, ബൂട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇങ്ങനത്തെ ലിനക്സ് CDനെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ഓൺ ചെയ്യും. കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അകത്തുള്ള ഹാർഡ് ഡിസ്കിലുള്ള ഡീറ്റെയിൽസൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിന് കോൾഡ് ബൂട്ട് അറ്റാക്ക് എന്ന് പറയും. ഇങ്ങനത്തെ CD ഇല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിലുള്ള ഹാർഡ് ഡിസ്കിനെ റിമൂവ് ചെയ്തിട്ട് അവരുടെ ഓൺ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തിട്ട് അകത്ത് ചെന്നാൽ അകത്തുള്ള ഫയൽസൊക്കെ ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് ലോക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബിറ്റ് ലോക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഫയൽസും മദർ ബോർഡിൻ്റെ ഡീറ്റെയിൽസിനെ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കളയും. എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ മാറ്റി എഴുതി കളയും. അതായത് ഇത് ഒറിജിനൽ ഫയല് മദർ ബോർഡ് കീനെ യൂസ് ചെയ്തിട്ട് ഈ ഫയലിനെ എൻക്രിപ്റ്റ് ചെയ്ത് കളയും. എൻക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, പാണ്ടി എന്നുണ്ടെങ്കിൽ ഈ പീന് പകരം ആസ്ട്രിക്ക്, ഓവിന് പകരം വേറെ ഒരു സിമ്പിള് ഇങ്ങനെ മാറ്റി എഴുതി കളയും. അപ്പോൾ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒറിജിനൽ ഫയലിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ ഹാർഡ് ഡിസ്കിനെ മദർ ബോർഡ് കീനെ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കളയും. ഇപ്പോൾ നിങ്ങൾ ഈ ഹാർഡ് ഡിസ്കിനെ വേറെ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ട് ജോയിൻ ചെയ്താൽ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും വായിക്കാൻ പറ്റില്ല. അതായത് ആ ഹാർഡ് ഡിസ്ക് ഈ ലാപ്ടോപ്പിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് ബിറ്റ് ലോക്കർ എന്ന് പറയുന്നത്. 2008 സെർവർ, വിസ്റ്റ, വിൻഡോസ് 7 ലാപ്ടോപ്പ്, ഇതെല്ലാം നിങ്ങൾ ബിറ്റ് ലോക്കർ കോൺഫിഗർ ചെയ്യണം. ഈ ബിറ്റ് ലോക്കറിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ബിറ്റ് ലോക്കറുള്ള കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്യുമ്പോൾ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു USB ഡ്രൈവിൽ ആ പിൻ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ലാപ്ടോപ്പിനെ ഓൺ ചെയ്യുമ്പോൾ ആ USB ഇൻസർട്ട് ചെയ്യണം. ലാപ്ടോപ്പ് ഓൺ ആയ പിന്നെ ആ USB നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലാപ്ടോപ്പ് ആരെങ്കിലും കട്ടിട്ട് പോയാലും USB ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ TPM BIOS എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലാപ്ടോപ്പിൽ TPM BIOS ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്തിട്ടും എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചർ ക്ലാസ്സിൽ നോക്കാം. വിൻഡോസ് 7 എൻ്റർപ്രൈസ് നമ്മൾ ആദ്യമേ നോക്കി. റീറ്റെയിൽ സ്റ്റോർസിൽ ഇത് സെൽ ചെയ്യില്ല. ഒരു കമ്പനിയിൽ 500 കമ്പ്യൂട്ടർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്കാർ ഡയറക്റ്റായിട്ട് മൈക്രോസോഫ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങിക്കണം. ഇതിന് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ അഷ്യൂറൻസ് കസ്റ്റമേഴ്സ് എന്ന് പറയും. ഇങ്ങനെ മാത്രമേ ഈ എൻ്റർപ്രൈസ് എഡിഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതിൽ പ്രൊഫഷനിൽ ഹോം പ്രീമിയത്തിലുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റിലുള്ള എല്ലാ ഓപ്ഷനും എൻ്റർപ്രൈസിലും ഉണ്ടാവും. വിൻഡോസ് 7 എൻ്റർപ്രൈസിൽ എന്തൊക്കെയാണ് പുതിയ ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കിയാൽ, ഈ ഡയറക്റ്റ് ആക്സസ് പറഞ്ഞാൽ കമ്പനി നമ്മുടെ ഒരു ലൊക്കേഷനിലുണ്ട്, നമ്മൾ ഇൻ്റർനെറ്റ് വഴി കമ്പനിയെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിൽ ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസർ ലാപ്ടോപ്പിനെ യൂസ് ചെയ്തിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യും. അതായത് നമ്മുടെ കമ്പനി യൂസറാണ് ബോംബെയിലുള്ളത്. ഇങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ VPN എന്ന് പറയും, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റൂ. പക്ഷേ വിൻഡോസ് 7 എൻ്റർപ്രൈസിൽ ഈ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് നിങ്ങൾ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആക്സസിനെ കോൺഫിഗർ ചെയ്താൽ തന്നെ യൂസർക്ക് പുറമേ നിന്ന് കമ്പനീനെ ലിങ്ക് ചെയ്തിട്ട് അകത്തുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാൻ പറ്റും. ആർക്കൊക്കെ നമ്മൾ പാസ്വേഡ് പെർമിഷനൊക്കെ തന്നിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ എംപ്ലോയീസ് പുറമേ എവിടെ ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് കമ്പനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ബ്രാഞ്ച് ക്യാച്ച് എന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫയൽസിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ നിന്നാണ് ആ ഫയൽസിനെ ആക്സസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തു. പക്ഷേ നാളെ നിങ്ങൾ ആ ഫയലിന് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നെറ്റ്വർക്കിൽ ചെന്നിട്ട് അവിടുന്ന് ഫയലിന് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ആദ്യമേ ആക്സസ് ചെയ്ത ഫയലിനെ ക്യാച്ച് ചെയ്ത് കളയും. അപ്പോൾ ഒരിക്കൽ ആക്സസ് ചെയ്ത ഫയൽസിനെ ഒരിക്കൽ കൂടി നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നെറ്റിൽ പോയിട്ട്, അതായത് നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. എൻ്റർപ്രൈസ് സെർച്ചിങ്, കമ്പനിയിൽ 500 കമ്പ്യൂട്ടറോ 1000 കമ്പ്യൂട്ടർ ഉണ്ടാവും.
അതേപോലെ പ്രിൻ്റർ 10-50 പ്രിൻ്റർ ഉണ്ടാവും. എല്ലാ കമ്പ്യൂട്ടറിനും എല്ലാ ഷെയർസ് പ്രിൻറ്റേഴ്സ് എല്ലാത്തിനും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ആദ്യമേ നമ്മൾ നോക്കി ബിറ്റ് ലോക്കർ ഉണ്ടെന്ന്. അടുത്തത് അപ്ലിക്കേഷൻ ലോക്കർ. നിങ്ങൾ എക്സ് പി കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഗെയിമോ നിങ്ങൾ ലോഡ് ചെയ്താൽ ആ എക്സ് പി കമ്പ്യൂട്ടറിൽ ലോഗിൻ ആവുന്ന എല്ലാവർക്കും ആ ഗെയിമിനും സോഫ്റ്റ്വെയറിനും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ വിൻഡോസ് 7ൽ ഏതൊക്കെ യൂസറിനാണ് ഈ ഗെയിം റൺ ചെയ്യുക, ഏതൊക്കെ യൂസർ ഈ ഗെയിം റൺ ചെയ്യാൻ പാടില്ല, ഈ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ആർക്കൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലോക്കർ എന്ന് പറയുന്നത്. അടുത്തത് VDA ഓപ്റ്റിമൈസേഷൻ എന്നുണ്ട്. ഇത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 35 ലാംഗ്വേജിന് സപ്പോർട്ട് ചെയ്യും എൻ്റർപ്രൈസ് എഡിഷനിൽ. വളരെ പോപ്പുലർ അല്ലാത്ത ഒരു 2 എഡിഷൻ ഉണ്ട്. ഒന്ന് ഹോം ബേസിക്. ഇത് ലോക്കൽ സെയിൽസ് ഇല്ല, റീറ്റെയിൽ സെയിൽസ് ഇല്ല എന്ന് നോക്കി. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റായിട്ട് കമ്പനികൾക്ക് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ, അതായത് കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രം. ഇതിൽ ആരോ ഇല്ല എന്ന് നോക്കി. ഇത് US പോലെ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും സെൽ ചെയ്യുന്നില്ല. ഈ വേർഷൻ യൂറോപ്യൻ കൺട്രീസിൽ, കൊറിയൻ കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കൺട്രികളിൽ നിങ്ങൾക്ക് മീഡിയ പ്ലെയറിൽ ലീഗലായിട്ട് കുറച്ച് പ്രോബ്ലമുണ്ട്. അപ്പോൾ ഈ 2 വേർഷനിലും മീഡിയ പ്ലെയർ ഉണ്ടാവില്ല. നിങ്ങൾ വേണം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി മീഡിയ പ്ലെയർ വല്ലതും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോളണം. ഇത് ലീഗൽ റിക്വയർമെൻറ്റ് ആ കൺട്രിയിലുള്ള ലാവിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അടുത്തത് നമ്മൾ വിൻഡോസ് ഇൻ്റർഫേസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വിൻഡോസ് 7 ടാസ്ക് ബാറിൽ ഐക്കോൺസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് സൈസ് വലുതായിരിക്കും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ. അതല്ലാതെ തംബ്നെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ പ്രോഗ്രാമിൽ അകത്ത് എന്താ റൺ ആവണോ എന്നുള്ളത് തംബ്നെയിൽ വ്യൂവിൽ നോക്കാൻ പറ്റും. ഈ തംബ്നെയിൽ വ്യൂ ഒക്കെ നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കലിൽ നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനെ ഡ്രാഗ് ചെയ്തിട്ട് ടാസ്ക് ബാറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ ടാസ്ക് ബാറിൽ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനും പറ്റും. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകണം. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ ടാസ്ക് ബാറിൽ പിൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ഈ പെയിൻറ്റിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യണം. ഇതിനെ പിൻ ടു ദ ടാസ്ക് ബാർ എന്ന് പറയും. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എത്ര പ്രോഗ്രാം ആണെങ്കിലും ഇവിടെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിൽ നമ്മൾ നോട്ട് പാഡും കൂടി ഡ്രാഗ് ചെയ്യാൻ പോവാണ്. നോട്ട് പാഡിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മളിവിടെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. നോട്ട് പാഡിനെ ഓപ്പൺ ചെയ്യണം. ഈ ടാസ്ക് ബാറിലുള്ള ഐറ്റത്തിൽ കുറച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 2 ഐക്കോണിൻ്റെ മുകളിലും ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്. പക്ഷേ ഈ പെയിൻറ്റിൻ്റെ മുകളിൽ ആ സ്ക്വയർ ബോക്സ് ഇല്ല. എന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ റണ്ണിങ്ങിൽ ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ടിലുമുള്ള വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ നോട്ട് പാഡ് ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഈ ഫോൾഡർ ലൈറ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് പാഡാണ് സെലക്ട് ഉള്ളത് എന്നുള്ളതാണ്. ഇത് തന്നെ നമ്മൾ ഫോൾഡറിനെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്താൽ നോട്ട് പാഡ് ഡല്ലാവും, നിങ്ങൾക്ക് ഫോൾഡർ ബ്രൈറ്റ് ആവും. അപ്പോൾ താഴെയുള്ള ടാസ്ക് ബാറിൽ ഏത് ഐറ്റമാണോ ബ്രൈറ്റ് ആയിട്ടുള്ളതോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 4-5 പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഐക്കോണിൻ്റെ മുകളിൽ ഈ മൗസിനെ പ്ലേസ് ചെയ്താൽ അകത്ത് എന്താണ് റൺ ആവണോ എന്നുള്ളത് കാണിക്കും. ഇതാണ് തംബ്നെയിൽ വ്യൂ എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ ഫോൾഡറിൽ പ്ലേസ് ചെയ്താൽ ഫോൾഡറിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് കാണിക്കും. ഈ പെയിൻറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഈ പിക്ചറിൻ്റെ മുകളിൽ ഈ പിക്ചർ കാണിക്കും. ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഫുൾ സ്ക്രീൻ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗസിനെ അതിൻ്റെ മുകളിൽ മൂവ് ചെയ്താൽ ഫുള്ളായിട്ട് കാണിക്കും. ബാക്കിലേക്ക് വന്നാൽ അത് തംബ്നെയിൽ വ്യൂ ആയിട്ട് മാറും. ഇത് തന്നെ പിക്ചർ തംബ്നെയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ മൂവ് ചെയ്താൽ ഫുൾ വ്യൂ നോക്കാൻ പറ്റും. ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് വിൻഡോസ് 7ലുണ്ട്. നമ്മൾ ഐക്കോണിൻ്റെ സൈസ് വലുതായിട്ടുണ്ട് എന്ന് നോക്കി നിങ്ങളുടെ ടാസ്ക് ബാറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിൻ്റെ മുകളിൽ മൗസിനെ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് തംബ്നെയിൽ വ്യൂ കാണിക്കും. നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസിനെ ടാസ്ക് ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന വസ്തുക്കളെ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫുൾ സ്ക്രീൻ വ്യൂ എന്നുള്ളത് നമ്മൾ നോക്കി. തംബ്നെയിൽ വ്യൂവിൽ മൗസിനെ അതിന് മുകളിൽ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ വ്യൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും.
ഇതല്ലാതെ ഷോ ഡെസ്ക്ടോപ്പ് എന്നൊരു ഐക്കാനുണ്ട്. ആ ഐക്കാൻ എവിടെയാണുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം ഓപ്പണിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 4 പ്രോഗ്രാംസ് ഓപ്പണിലുണ്ട്. 4 ഓപ്പണിലുണ്ടോ എന്ന് നോക്കാൻ വിൻഡോസ് ടാബ് കീ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. 4-5 പ്രോഗ്രാംസ് ഓപ്പണിലുണ്ട്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ലാസ്റ്റിൽ ടാസ്ക് ബാർക്കിൽ ഒരു ചെറിയ ഷോ ഡെസ്ക്ടോപ്പ് എന്നൊരു ഐക്കൺ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിൽ എന്തൊക്കെ പ്രോഗ്രാം റൺ ചെയ്യണോ എന്നുള്ള ഒരു സ്കെച്ച് മാത്രം കാണിക്കും. ഇതിനെ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഐറ്റമും നിങ്ങൾക്ക് മിനിമൈസ് ആയിക്കളയും. ഓപ്പണിലുള്ള എല്ലാം മിനിമൈസ് ആയി കഴിഞ്ഞു. നമ്മൾ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിക്കളയും. ഇത് നിങ്ങൾ വിൻഡോസ് എക്സ്പിയിൽ വിൻഡോസ് +D പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ചെല്ലാൻ പറ്റും. അത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വിൻഡോസ് 7 പാർട്ട് 2 മീറ്റ് ചെയ്യുക. താങ്ക് യു.